ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ കമ്മലാണ്. എല്ലാവർക്കും അത് ചെയ്യാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ സ്പ്രിങ്, ഇതിൻ്റെ കട്ടിങ്സും കിട്ടും. അടുത്ത ഗുങ്കുരു ബിഗ് സൈസ് ആണ്. ഇയർ ടാഗ്. ഇത്രയാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഈ സ്പ്രിങ് കട്ട് ചെയ്യുന്നത് ഇത്തിരി കൂടുതൽ എടുക്കേണ്ടി വരും. കാരണം നമ്മൾ സിമ്പിളായിട്ടുള്ള ഗുങ്കുരുവാണ് ഇടാൻ പോകുന്നത്. ഇത്രയും എടുക്കണം. ഇതിനെ വലുതാക്കണം. നമ്മൾ കുറച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് വലുതായിട്ട് വരും. ഇനി അത് നമ്മൾ ഒരു 10-12 ബിഗ് സൈസ് ഗുങ്കുരു ഇടുക. ഇഷ്ടമുള്ളത്ര ഇടാം. 12 ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കുറച്ച് മതിയെങ്കിൽ കുറച്ചിടുക. എന്നിട്ട് ഇയർ ടാഗ് എടുക്കുക. ഇത് വഴി കണക്ട് ചെയ്ത് ഇടുക. എന്നിട്ട് നമ്മുടെ ഈ ഇടത് കൈ കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് ചെറുതായിട്ട് അമക്കി കൊടുക്കുക. എപ്പോഴും ഈ പ്രസ്സിംഗ് പ്ലെയറും കൊണ്ട് മാത്രമേ ഇത് അമക്കാൻ പാടുള്ളൂ. വിരലുകൾ ഉപയോഗിക്കാൻ പാടില്ല ഇതിൽ. ഇതിപ്പോൾ ഒരു സിമ്പിൾ കമ്മലായി. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കിതിനെ സ്റ്റെപ്പായിട്ട് ചെയ്യാം. എത്ര തട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതിനൊരു അഡീഷണൽ റിങ് ഉണ്ട്. ഇത് സ്പ്രിങ് തന്നെയാണ്. ഈ സ്പ്രിങ് ഒരു കണക്കുണ്ട്. കണക്ക് പ്രകാരമാണ് നമ്മൾ ഇടേണ്ടത്. ഇതുപോലെ ഒരു സ്പ്രിങ് എടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം ഇതിപ്പോൾ നമ്മൾ 12 ഇട്ടെങ്കിൽ ഇതിൽ 6 എണ്ണത്തിന് ഭാഗത്ത് 6 എണ്ണത്തിൻ്റെ നടുക്കായിട്ട് ഈ സ്പ്രിങ്ങിനെ ഇടുക. ഇനി നമ്മൾ 12 തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഈ സൈഡിലും 6 എണ്ണം ഇടുക. 6 തന്നെയാണ് വേണ്ടുന്നത്. വൺ സൈഡിൽ ഇതുപോലെ 6 എണ്ണം ഇടുക. തിരിച്ച് മറു സൈഡ് ഈ സ്പ്രിങ്ങിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് മറു സൈഡിലും 6 എണ്ണം ഇടുക. ഇങ്ങനെ എത്ര തട്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും അടിയിൽ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ജിമുക്കയൊക്കെ കൊടുത്ത് അതിനെ കുറച്ചും കൂടി നല്ല പ്രൗഢിയാക്കി മാറ്റാം. എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് ഇതിനെ നമ്മൾ പ്രസ് ചെയ്യുക. ഇനിയും തട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അഡീഷണൽ റിങ് കൊടുക്കാൻ മറക്കരുത്. ആ അഡീഷണൽ റിങ് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇത് സ്റ്റെപ്പായിട്ട് കിടക്കുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ കയറിയിരിക്കുക. സ്പ്രിങ് കൊടുത്തില്ല എങ്കിൽ. അതുകൊണ്ട് അഡീഷണൽ റിങ് കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ 2 സ്റ്റെപ്പ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് താഴോട്ട് കൊടുക്കാൻ പറ്റും. ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഒരു ജിമുക്ക വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടിയിൽ കൊടുക്കാം. ജിമുക്ക, മഴത്തുള്ളി, അങ്ങനെ എന്ത് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും അതിൻ്റെ താഴെ കൊടുക്കാൻ പറ്റും. പക്ഷേ അഡീഷണൽ റിങ്ങിൽ മാത്രമായിരിക്കും ഇത് കൊടുക്കേണ്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ എല്ലാവരും ഇത് ചെയ്യുക. വൈകിപ്പോയാൽ മറന്നു പോകുന്ന കാര്യമാണ്. ഇനി അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു ഓർണമെൻറ്റ്സായിട്ട് വരുന്നതാണ്. ഓക്കെ, ബൈ.